ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. തോരൻ ഇത് പയർ തോരനാണ്. നീളം പയറില്ലേ, നീളത്തിലിരിക്കുന്ന ആ പയറാണ് കേട്ടോ. അപ്പം മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം നീളം പയർ നമ്മൾ അരിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ കാന്താരി മുളകും ഒരു വെളുത്തുള്ളിയും പിന്നെ തേങ്ങാപ്പീരി. ഇപ്പോൾ നമുക്ക് കാന്താരി ഇല്ലെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ജീരകവും ചേർക്കുക. എന്നിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഇരിക്കണേ. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ പേസ്റ്റായിട്ട് പോകും. നമുക്ക് തോരത്തിനൊക്കെ ആകുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ നമ്മൾ പിന്നീട് ചേർത്താൽ മതി വെള്ളം നമുക്ക് ആവശ്യത്തിന് കേട്ടോ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒരു ചീനച്ചട്ടി വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു സവോളയും കറിവേപ്പിലയുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തോരത്തിൻ്റെ ഇല്ലേ അരപ്പ്, അതും ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറുണ്ടല്ലോ അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളമാണ്, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ, ഇത്രയും മതി വെള്ളത്തിൻ്റെ ആവശ്യം. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതിന് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് എടുക്കും നമ്മൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട്. അപ്പോൾ ചെറിയ തീയിലിരുന്ന് വേവുമ്പോഴാണ് തോരത്തിനൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് അടുക്കി പിടിക്കുക. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇങ്ങനെ തോരൻ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ പതുക്കെ ഇരുന്ന് വേവുമ്പോഴാണ് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ ഈ ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴാണ് രുചി കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിനി അടച്ചു വയ്ക്കാം. നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.